ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ് കമ്മലാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. മെറ്റൽ വയറാണ് ഞാനിവിടെ കോർക്കാനായി എടുത്തിരിക്കുന്നത്. പിന്നെ 6mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത്, പിന്നെ ഒരു 10mm സൈസ് വരുന്ന 2 വെള്ളമുത്തും, പിന്നെ 2 ഹെഡ് പിന്ന്, 2 ചക്കിരി, 2 ഇയറോക്ക്. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ കോർക്കാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റൽ വയർ 0.3mm തിക്നെസ് വരുന്നതാണ്. ഈ മെറ്റൽ വയർ തന്നെ വേണം, ഒരു നിർബന്ധമില്ല. നമ്മൾ സാധാരണ കോട്ടൺ നൂലുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ യങ്കാസ് വയർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, ആ ഒരു ടൈപ്പോ ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെറ്റൽ വയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് സൂചിയൊന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കോർത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വെള്ള കളർ മുത്താണ് ഞാനിവിടെ കോർക്കാൻ എടുത്തിരിക്കുന്നത്. വെള്ള കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ കളറൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ 5 മുത്ത് കോർക്കുക. 5 മുത്ത് കോർത്ത് ഈ മെറ്റൽ വയറിൻ്റെ കറക്റ്റ് നടുവിൽ കൊണ്ട് വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് വരുന്ന വയറുണ്ടല്ലോ, അതായത് ഈ മെറ്റൽ വയർ 2 ഭാഗത്തുണ്ട്. അതിൽ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ പിടിച്ചിരിക്കുന്ന ആ മെറ്റൽ വയർ ലെഫ്റ്റ് സൈഡ് വരുന്ന ആ ലാസ്റ്റ് വരുന്ന ആ മുത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കോർക്കാം. അതായത് ഓവർലോക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്. വയറിൻ്റെ കറക്റ്റ് നടുവിൽ വരുന്ന പോലെ തന്നെ രണ്ടറ്റവും പിടിച്ച് നോക്കിയിട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൂ പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഭാഗത്തും 2 മുത്ത് വെച്ചിട്ടാണ് കോർക്കുന്നത്. 2 ഭാഗത്തും ഈ 2 മുത്ത് കോർക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേ പ്രൊസീജിയർ തന്നെ എത്രത്തോളം നമുക്ക് വേണോ അത്രയും നമ്മളിങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം മീൻസ് നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ കമ്മൽ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരുന്നത് വരെ ഞാനിവിടെ ഇങ്ങനെയുള്ള സെറ്റ്, അതായത് ഇങ്ങനെ 10 സെറ്റ് ഞാൻ ഇതുപോലെ കോർത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കോർക്കുന്നത് പോലെ 10എണ്ണമാണ് ഇങ്ങനെ ഫ്ലവർ വരുന്ന പോലെ കോർത്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഈ ഉള്ളിൽ വരുന്ന ഭാഗത്തെ രണ്ടാമത്തെ മുത്തുണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ കോർക്കുന്നത്. അതായത് റൈറ്റ് സൈഡ് വരുന്ന ത്രെഡ് നമ്മൾ ലെഫ്റ്റ് സൈഡ് വരുന്ന ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാൻ. എപ്പോഴും നമ്മൾ റൗണ്ട് ഷേപ്പിൽ കമ്മൽ വരുമ്പോൾ ഉൾഭാഗത്ത് വരുന്ന മുത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ട് റൗണ്ട് വരുള്ളൂ. നമ്മൾ റൈറ്റ് സൈഡിൽ, അതായത് വെളിയിലോട്ട് നിൽക്കുന്ന മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോർക്കുന്ന കമ്മൽ സ്ട്രെയിറ്റ് ആയിട്ടേ വരും, മാല പോലെ ആയിരിക്കും വരിക. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വരണം. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും 2 ഭാഗത്ത് 2 മുത്ത് വെച്ച് കോർത്തിട്ട് ഉൾഭാഗത്ത് വരുന്ന മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മൾ 3 റൗണ്ട് ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. അതായത് 3 ഫ്ലവർ പോലെ നമുക്ക് കിട്ടി. മൂന്നാമത്തെ സെറ്റ് ഇവിടെ കോർത്തു. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി കോർക്കാം. അതായത് കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ട് ആ ഫ്ലവർ വരുന്നത് ആദ്യത്തെ ഫ്ലവറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ഇതുപോലെ കോർക്കാം. അപ്പോൾ 2 മുത്ത് 2 ഭാഗത്ത് കോർക്കുക. എന്നിട്ട് വീണ്ടും ഒരു വയറെടുത്തിട്ട് മറ്റേ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് വരുന്ന മുത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ എടുക്കുക, വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ ഡിസൈനാണ്, അത് ഇതേ പ്രൊസീജിയറാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈസ് മുത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ സൈസ് മുത്ത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലുത് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ആവറേജ് വലിപ്പമുള്ള ഒരു കമ്മലാണ്. ഇട്ട് കഴിഞ്ഞാൽ മൂത്തിക്ക് നന്നായിട്ട് എടുത്തറിയുന്ന ഒരു പേൾ ഇയറിങ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാൻഡായിട്ട് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു കമ്മലാണ്. ഒട്ടും വെയിറ്റും ഇല്ല. എത്ര സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എത്ര ഫ്രീ ആയിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല, അത്രയും വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്തു. ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് 2 ത്രെഡിലും 2 ഭാഗത്ത് ഓരോ മുത്താണ് ആദ്യം കോർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെയുള്ള ലെഫ്റ്റ് സൈഡിൽ വരുന്ന ത്രെഡ് ഏറ്റവും ലാസ്റ്റ് വരുന്ന മുത്തുണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഫസ്റ്റ് കാണുന്ന മുത്തിനുള്ളിൽ കൂടി എടുത്തു. വീണ്ടും ഒരു മുത്ത് അവിടെ കോർത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ റൗണ്ട് ഷേപ്പിൽ വന്നു. 3 മുത്ത് കോർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം 2 ഭാഗത്ത് ഓരോ ഫ്ലവറിൻ്റെ ഒരു മുത്ത് അവിടെ വരുന്നത് കൊണ്ട് തന്നെ 5 മുത്ത് അവിടെ കറക്റ്റായിട്ട് റൗണ്ടിൽ വരും. അപ്പോൾ ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മെറ്റൽ വയറും കൂടി നന്നായിട്ട് തിരിച്ച് നല്ല പിരിച്ച് വെക്കുക, നല്ല ടൈറ്റായിട്ട് വെക്കുക. നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ ലൂപ്പൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ഹുക്കിന് കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വയർ തന്നെയാണ് നമ്മൾ ചുറ്റി ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. വേറെ ജമ്പറിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് കോർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇവിടെ കെട്ടിട്ട് അവസാനിപ്പിച്ചാൽ മതി. അതിനുശേഷം ജമ്പറിങ്ങിൽ ഈ ഹുക്ക് കോർത്തിട്ട് ഇതിൽ ജമ്പറിങ് കോർത്തിട്ട് നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. അപ്പോൾ 2 മെറ്റൽ വയറും കൂടി നല്ല തിരിച്ച് ടൈറ്റാക്കിയ ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഒരു 3-4 ചുറ്റൊക്കെ ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ മെറ്റൽ വയർ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ആ കട്ട് ചെയ്ത ആ ഭാഗത്ത് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെയുള്ള പ്ലെയർ ഇല്ലെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പെന്നിൻ്റെ റീഫിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ
ചുറ്റിയാലും മതി. അപ്പോൾ നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് ചുറ്റി ഇനി ബാക്കി കട്ട് ചെയ്ത് മാറ്റി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കമ്മൽ ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഇയർ ഹുക്ക് കോർക്കണം. അത് നമ്മൾ ഇയർ ഹുക്കിൻ്റെ അതിൻ്റെ ജംബറിങ്ങിൽ അതിൻ്റെ ലൂപ്പ് ഉണ്ടല്ലോ, ജസ്റ്റ് അതൊന്ന് അകത്തിയിട്ട് ഇതിലോട്ട് കോർത്താലും മതി. അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും കമ്മൽ ഇങ്ങനെ മതിയെങ്കിൽ ഇത്രയും മതി. അല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും താഴെ ഒരു വലിയ മുത്ത് ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുത്താണ് ആ രണ്ട് ഞാൻ ഫസ്റ്റ് മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ നമ്മൾ എടുത്ത മുത്ത്. അത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ മുത്ത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയേ യൂസ് ചെയ്യാം. അപ്പോൾ ഈ റൂക്ക് എടുക്കുക, അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ ലൂപ്പ് ഉണ്ടല്ലോ ജസ്റ്റ് ഇതൊന്ന് സൈഡിലോട്ട് അകത്തുക. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്മലിലുള്ള ലൂപ്പിൽ ഇത് കോർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കോർത്ത ശേഷം നമ്മൾ ആ ലൂപ്പ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ഒരു മുത്ത് താഴെ കോർക്കുന്നത് കൂടി കാണിച്ചു തരാം. അതിനാണ് നമ്മൾ ഹെഡ് പിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ഒരു മുത്താണ് ഇവിടെ കോർക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന മുത്തിൻ്റെ ഹോള് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഹെഡ് പിൻ ഇതിലോട്ട് കോർക്കുന്ന സമയത്ത് ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത് ഊരി വരും, കണ്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുത്തിൻ്റെ ഹോള് ചെറുതാണെങ്കിൽ ഇങ്ങനെ ഒരു മുത്ത് മാത്രം കോർത്താൽ മതി, അതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇതിങ്ങനെ ഊരി വരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒരു ചക്കിരി ഇട്ടിരിക്കുകയാണ്, അതായത് അവിടെ ഒന്ന് ബ്ലോക്കാക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ചക്കിരി ഇട്ടിട്ട് മുത്ത് കോർത്തു. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഇത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ചെറിയൊരു ലൂപ്പ് അവിടെ ഉണ്ടാക്കാം, നല്ല വളച്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഈ കമ്മലിൻ്റെ ഏറ്റവും താഴെ കോർക്കുക, അതായത് നടുവിൻ്റെ ഭാഗത്ത്, അതായത് നമ്മൾ മുകളിൽ ഇയർ ഹുക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് നേരെ താഴെ വരുന്ന പോലെ ഈ ലൂപ്പ് അതിലോട്ട് കോർത്തിട്ട് ഈ ലൂപ്പ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്, നല്ല ഭംഗിയാണ്, പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ്. എങ്ങനെ വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, ഫംഗ്ഷൻ ആണെങ്കിലും നല്ല ഗ്രാൻഡായിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് ഉണ്ട് എന്ന വളരെ ചീപ്പായിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ കോർത്തിരിക്കുന്ന മുത്ത് കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോർത്തിരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത സ്റ്റെപ്പ് വലിപ്പമുള്ള മുത്ത് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ ഈ കുറച്ച് വലിയ സൈസായിരിക്കും ഇതിന് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വലുത് തന്നെ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. കമ്മൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.